നമസ്കാരം. ഈ അലോപ്പതി മെഡിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എല്ലാ സയന്റിഫിക് വേ ഓഫ് അപ്രോച്ച് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ പ്രൂഫ് കാണിക്കേണ്ടി വരും, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അതിന് കൂടുതൽ സ്വീകാര്യതയും കൂടുതൽ അക്സെപ്റ്റൻസ് ഒക്കെ വരുന്നത്. സോ ഇത് പറയുമ്പോൾ വേറെ കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലരും ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. വെയിറ്റ് കുറയ്ക്കും, അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ റെഡ് മീറ്റ് കുറയ്ക്കും, അങ്ങനെ പല രീതിയിലുള്ള പലരും ഞാൻ സ്റ്റാറ്റസും കാണാറുണ്ട്, ജസ്റ്റ് കാണാറുണ്ട് അല്ലാതെ യൂട്യൂബിലൊക്കെ ആയിട്ട്. സോ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞൊരു 2-3 ദിവസത്തെ കേസുകൾ മാത്രം, എൻ്റെ ഡ്യൂട്ടി ഡേയ്സിലെ കേസുകൾ നോക്കുന്ന സമയത്ത് അതിൽ മെജോറിറ്റി ഒരു 85% വരുന്ന കേസുകളിൽ, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന കേസുകളിൽ ബോഡി ലീനാണ്. എന്ന് വെച്ചാൽ ഫാറ്റ് ഇല്ല, ഒരു ഡെയിലി വേജിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ തൊഴിലാളികളാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെ വരുന്നത്. സത്യം പറഞ്ഞാൽ വിഷമവും നല്ല പറയാനുള്ളത്, ഭയങ്കര ഒരു കൺസേണിങ്, അലാമിങ് ആയ ഒരു സിറ്റുവേഷനാണ് നമ്മളെ മുന്നിലുള്ളത്. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഞാനീ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ. അപ്പം പ്രിവെൻഷൻ ചെയ്യുക. അതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഗുലറായിട്ട് ബി പി ചെക്ക് ചെയ്യുക. അങ്ങ് ഒരു 30s അല്ലെങ്കിൽ 40s കഴിഞ്ഞാൽ റെഗുലർ ഇൻ്റർവെല്ലിൽ ഒരു അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ എങ്കിലും ഒന്ന് ബി പി ചെക്ക് ചെയ്യുക, ഷുഗർ ചെക്ക് ചെയ്യുക, കൊളസ്ട്രോളിൻ്റെ കാര്യം നോക്കുക, LFT എടുത്ത് നോക്കുക, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ജസ്റ്റ് നോക്കുക. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വർഷത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ നോക്കുക. ജീവിതശൈലി രോഗങ്ങൾ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യുക. അത് ഏതെങ്കിലും ഒരു ആശുപത്രി പോയി കഴിഞ്ഞാൽ, PHC ലെവലുള്ള ആശുപത്രി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, വലിയ ക്യാഷ് ആവുന്ന കാര്യമല്ല. ഇതൊക്കെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെയാണ് ലീഡ് ചെയ്യുന്നത് ഈ ഹാർട്ട് അറ്റാക്കിലേക്ക്. നമ്മളിതൊന്നും നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ജനറ്റിക് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങളെ ഫാമിലിയിലാക്കെങ്കിൽ ഇങ്ങനെയുള്ള അസുഖമുണ്ട്, ഡയറക്റ്റ് കോൺടാക്റ്റിലുള്ള, ബ്ലഡ് ഇൻ റിലേഷൻഷിപ്പ് വരുന്ന കോൺടാക്റ്റിലുള്ള ആർക്കെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക കാര്യങ്ങളെക്കുറിച്ച്, അത്രേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് ആണ്. ഡെയിലി ഒരു 2 hours എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു 20s നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്തിലേക്കാണ്. അല്ലാതെ വെൽത്ത് നോക്കി പോയി കഴിഞ്ഞാൽ ഹെൽത്ത് കാണത്തില്ല, വെൽത്ത് കൊണ്ട് ഹെൽത്ത് നമുക്ക് നേടാനും കഴിയില്ല. അപ്പോൾ 20s നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹെൽത്താണ്. മാക്സിമം വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം എക്സസൈസ് ചെയ്ത് ബോഡിക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക. അത് 30s കണ്ടിന്യൂ ചെയ്യുക, 40s ചെയ്യുക, 50s ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു രീതിയിൽ പോകും. അതായത് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്. സോ ജസ്റ്റ് കണ്ടപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് പേർക്ക് നമുക്ക് ചുറ്റിനും ഈ ജീവിതശൈലി രോഗങ്ങളെപ്പറ്റി ബോധമില്ലാതെ ജീവിക്കുന്നവരാണ്. ഇപ്പോൾ ഡെയിലി വേജിലൊക്കെ ഡെയിലി പോയി ജോലി ചെയ്യുന്ന ആൾക്കാരിൽ അവർക്ക് ഒരു ദിവസം പോയി BP ചെക്ക് ചെയ്യാനോ ഷുഗർ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാനോ ഉള്ള സാഹചര്യവും ഇല്ല, അവർക്ക് അതിനുള്ള താല്പര്യവും കാണത്തില്ല. ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് വരുന്നത്. പിന്നെ ഇപ്പോൾ നെഞ്ചുവേദനയൊക്കെ വരുന്നവർക്ക് അത് ഗ്യാസിൻ്റെ ഇഷ്യൂ എന്ന് പറയാതെ ജസ്റ്റ് പോയി ഒന്നൊരു ECG എടുത്ത് നോക്കുക പ്രോപ്പറായിട്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ പിന്നെ വേറൊരു കൺസേൺ ആയിട്ട് പറയുന്ന പറഞ്ഞാൽ, ഈ വാക്സിനേഷന് ശേഷമാണോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അലോപ്പതിയിൽ എല്ലാം സയന്റിഫിക് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഏറ്റവും പുതിയ റിസർച്ച് പോലും അങ്ങനെ ഒരു കാര്യത്തെ അവർ ടോട്ടലി അംഗീകരിക്കുന്നില്ല. പക്ഷെ സംഹവ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പം റിസർച്ചിന്റെ പാർട്ടായിട്ട് അതിന് റിസൾട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. സോ ഫാർ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇല്ല. വാക്സിനേഷൻ കഴിഞ്ഞതുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്, അങ്ങനെ സംഭവമില്ല. മെയിനായിട്ട് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന കാരണം എന്ന് പറയുന്നത് ലീൻ ബോഡിയാണ് ഞാൻ പറയുന്നത്. ഫാറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഫാറ്റിന്റെ ഇഷ്യൂ കൊണ്ടുവരാം. ഈ ഷുഗർ, സിഗരറ്റ് വലിക്കുന്നത്, ബീഡി, സിഗരറ്റ് കണക്കുള്ള സാധനങ്ങൾ, മദ്യപാനം, റെഡ് മീറ്റിന്റെ അമിതമായ യൂസ്, ഉറക്കമില്ലായ്മ, സ്ട്രെസ്, ഇമോഷണൽ സ്ട്രെസ്സും ഒരുപാട് കൂടിക്കഴിഞ്ഞാലും ഹാർട്ടിന് നല്ല ഇഷ്യൂസ് ഉണ്ടാവും. അത് പ്രോപ്പറായിട്ട് നമ്മളൊരു ഇമോഷണൽ അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് വേണം. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതിനാണ് ഈ യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറയുന്നത് ആൾക്കാരുടെ അടുത്ത്. അപ്പം സത്യം പറഞ്ഞാൽ ഇന്ന് ഇതൊന്നും ആരും ചെയ്യാറില്ല. ഇതൊക്കെ വെസ്റ്റേൺ ആൾക്കാരാണ് ശരിക്കും ഇപ്പം യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യൻസ് പ്രത്യേകിച്ച് കേരളത്തിലോട്ട് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. ഞാൻ കാശിയിലുള്ള സമയത്ത്, അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ രാവിലെ 5 മണിക്കൊക്കെ പോകുന്ന സമയത്ത് ഈ കാശിയുടെ ഘാട്ട് എന്ന് പറയും, ആ തീരത്ത് യോഗയുടെ പരിശീലനമുണ്ട്. അത് കുഞ്ഞു കുട്ടികൾ തൊട്ട് വയസ്സായ ആൾക്കാർ വന്ന് ഇങ്ങനെ അവിടെ യോഗയും മെഡിറ്റേഷനൊക്കെ രാവിലെ ഏർലി മോർണിംഗിൽ വന്ന് ചെയ്യുന്ന കാണാം. ഭയങ്കര രസമാണ്. നമ്മുടെ
നമുക്കും ഈ പാർക്ക് ബേസ്ഡ് അല്ലെങ്കിൽ അമ്പലങ്ങൾ ബേസ്ഡ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ മറ്റ് ഇടങ്ങൾ ബേസ്ഡ് ആയിട്ട് യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇന്നത്തെ കാലത്ത്. കാരണം സ്ട്രെസ്സ് ഒരു വലിയൊരു ഫാക്ടറാണ് ഈ അസുഖങ്ങൾക്ക്. അത് ഹാർട്ട് ഡിസീസ് മാത്രമല്ല, നമ്മളെ എൻ്റയർ ബോഡീനെ ബാധിക്കാവുന്ന തരത്തിൽ സ്ട്രെസ്സ് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു വലിയൊരു വില്ലനാണ് ഇന്നത്തെ. സോ അതിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് യോഗ, മെഡിറ്റേഷൻ കണക്കുള്ള കാര്യം തന്നെയാണ്. അതല്ലാതെ നമ്മൾ അതിനെ വേറെ രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെയ്തിട്ട് കാര്യമില്ല. പ്രിവെൻഷനാണ് ബെറ്റർ ദാൻ ക്യൂർ എന്ന രീതിയിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. സോ പിന്നെ ഈ കാണുന്ന ജിമ്മിൽ പെട്ടെന്ന് ജിമ്മിൽ പോയിട്ട് ഓരോരുത്തർ മരിക്കും. നമുക്കറിയാം പുനീത് രാജ്കുമാർ. ഈ ഫിറ്റ്നസ്സിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വെല്ലാൻ അവിടെ ഒരു വേറെ നടനില്ലായിരുന്നു. അത്രയ്ക്ക് ഫിറ്റ്നസ് ആയിരുന്നു, ഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ലൈഫായിരുന്നു പുള്ളിക്കാരനുള്ളത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം നമുക്ക് ആ വീഡിയോ എല്ലാവരും കണ്ടു കാണാമെന്ന്, പെട്ടെന്ന് ജിമ്മിൽ ചെയ്യുന്ന സമയത്ത്, വർക്കൗട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു അറ്റാക്ക് വന്ന് പുള്ളിക്കാരൻ മരിക്കുന്നത്. സോ അങ്ങനെ വിഗ്രസ് ആയിട്ടുള്ള ഹെവി വർക്കുകൾ അവോയ്ഡ് ചെയ്യുക, അതും ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയാണ്. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഇത്തരമുള്ള ഹാർട്ട് അസുഖങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ചില ദിവസം നിങ്ങൾ ആലോചിക്കുമ്പോൾ വിഷമം തോന്നണം. ഭയങ്കര ലീൻ ബോഡി ആയിരിക്കും, ഒരു ഫാറ്റിൻ്റെ ഒരു അംശം പോലും കാണാത്ത ബോഡിയിൽ നോക്കുമ്പം ഹാർട്ടിൻ്റെ വെസൽസൊക്കെ നല്ല ഒക്കുലുഷനായിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക്ഡ് ആയിട്ടിരിക്കുന്നതാണ്. അത് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഫിലോസഫിക്കലി പറഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫാണ് മനുഷ്യനുള്ളത്. എന്ത് വേണോ നാളെ സംഭവിക്കാവുന്ന രീതിയിൽ. സോ നമ്മുടെ ഫുഡ് ഹാബിറ്റ്, നമ്മുടെ ഒരു ജീവിത ശൈലി, ഇതൊക്കെയാണ് ശരിക്കും ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു പ്രോപ്പറായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങളും കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ വാക്സിനേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞ കണക്കിന് സയൻറ്റിഫിക്കായിട്ട് അത്ര പേർപ്പസ് ഒന്നും ഇല്ല. അത് കാരണമാണ് ഇപ്പം അറ്റാക്കുകൾ കൂടുന്നത് അല്ലെങ്കിൽ ഹാർട്ടിന് അസുഖം ഉണ്ടാകുന്നുള്ളതിൻ്റെ പേർപ്പസും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാം. സോ ദാറ്റ്സ് ഇറ്റ്.